എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു ഇന്റർ മിയാമി vs അൽ നസർ മത്സരത്തെ കുറിച്ചിട്ടാണ്. ഈ ഒരു മത്സരം സത്യത്തിൽ ഞാൻ കാണണം കുറെ വിചാരിച്ച മത്സരമായിരുന്നു. പക്ഷേ ലാസ്റ്റ് കിട്ടിയ ഡിസ്റ്റുകളൊക്കെ വന്നുകൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടു. അതായത് റൊണാൾഡോ ഇല്ല, അതിനടുക്ക് കൂടെ ലാസ്റ്റ് മെസ്സി ഇല്ലായിരുന്നു. അപ്പോൾ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം മത്സരത്തിന്റെ കുറച്ച് ഭാഗമേ കണ്ടിട്ടുള്ളൂ. അത് ഏകദേശം സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു 3 ഗോളും വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ കളി കാണുന്നത്. അപ്പോൾ ആ ഒരു 3 ഗോൾ എനിക്ക് മിസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ ടാലിസ്കന്റെ പെനാൽറ്റി ഗോളും എനിക്ക് മിസ്സായിട്ടുണ്ട്. ഏകദേശം ഞാൻ 2 ഗോളുകളായിട്ട് ആ മത്സരത്തിൽ ലൈവായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ 6-0ക്കാണ് അൽ നസർ ആ ഒരു മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ മിയാമി കുറെ പൊസിഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു മത്സരത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ കാണണം വിചാരിച്ചതല്ല. സത്യത്തിൽ റൊണാൾഡോ മെസ്സി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മത്സരം കണ്ടു തീർക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഞാനൊന്ന് ജസ്റ്റ് കണ്ടുനോക്കാൻ കയറിയതാണ്. പക്ഷേ എനിക്ക് പിന്നെ അതിന് ഇറങ്ങാനില്ല. അത്ര നല്ലൊരു മത്സരമായി, അത്ര നല്ല രീതിയിൽ കണ്ടെടുക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കച്ചറയൊക്കെ വന്നല്ലോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ. ഒരു ക്ലാസിക്കോ വൈബൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ കണ്ടു. അപ്പോൾ മിയാമി എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒരു ഫിനിഷ് ചെയ്യാനുള്ള ഒരാളില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. ഫിനിഷ് ചെയ്യാനൊന്നും കഴിയാത്തൊരവസ്ഥ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ അൽ നസറിന്റെ ഗോളി ഓസ്പിനൊക്കെ വരിക്കറ്റിങ്ങാട് കയറി വേറൊരു ഗോളി എന്നുണ്ടാവും. മൂപ്പര് നല്ല പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മൂപ്പരെ മൊത്തത്തിൽ ആ സന്തോഷമൊക്കെ കണ്ടാൽ മനസ്സിലാവും. അത് നല്ല രീതിയിലുള്ള സേവുകളൊക്കെ ആ ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നവാസ് പറയുന്ന നമ്മളെ നാട്ടിലത്തെ ചെക്കൻ്റെ കളി മോഡലിലൊരു ഫേസ് ഒക്കെ ഒരാള് സുവാരസിനോടൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന കണ്ടിരുന്നു. അങ്ങനെ അവിടെ ഒരു കച്ചറ ഉണ്ടാണ് കണ്ടിരുന്നു. അങ്ങനെ ഇതിലത്തെ ഒരു നല്ലൊരു ഗോള് നല്ല എടുത്ത് പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അതിലൊന്ന് ഐമറിക് ലപ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു അൽ നസറിന്റെ ഡിഫൻസീവ് പ്ലെയറാണ്. അതായത് നമുക്കറിയാം സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന മൂപ്പര ഒരു ഗോളാണ്. സെൻട്രൽ ലൈനിന്റെ ബാക്ക് എന്നുള്ള ഒരു ഷോട്ടാണ്. നല്ല രീതിയിൽ തന്നെ ഒരു ഫിനിഷിങ് നമ്മൾ കണ്ടു. നല്ല ആ ഒരു പുസ്കാസിനുള്ള ഒരു ചാൻസുള്ള ഗോളാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ടാലിസ്കയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു മത്സരത്തിലെ ഏറ്റവും മികച്ച പ്ലെയർ, ആ ഒരു ഗ്രൗണ്ടിലെ ഏറ്റവും മികച്ച പ്ലെയർ ടാലിസ്കയായിരുന്നു. ഇപ്പോൾ മെസ്സി ഇറങ്ങിയിട്ട് പോലും ആ ഒരു മത്സരത്തിൽ കേട്ടോ, ഞാൻ മെസ്സി ഇറങ്ങിയിട്ട് കുറച്ച് കളിയെ കണ്ടിട്ടുള്ളൂ. മെസ്സിക്കും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊണ്ട് മിയാമി ഒരു ഗോൾ അടിച്ചിട്ടുണ്ടാവും. പക്ഷേ ടാലിസ്ക നല്ല രീതിയിൽ തന്നെ കളിക്കാണ്ടു. മൂന്നാമത്തെ ടാലിസ്കന്റെ ഗോളൊക്കെ കണ്ടില്ലേ, ഞാൻ സത്യത്തിൽ അത് ഓഫ് സൈഡ് ആണ് വിചാരിച്ചു. പക്ഷേ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ പക്ക ഫിനിഷിംഗ് ആണ് ടാലിസ്ക നടത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു കളി കണ്ടപ്പോൾ തന്നെ കണ്ടിരിക്കാൻ തോന്നിയ ഒരു പ്ലെയറാണ് ഈ ഒരു ടാലിസ്ക എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതിലെടുത്ത് പറയേണ്ടത് ബ്രോസോവിച്ച് ഒറ്റാവിയോ ഒക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇതിൽ സിങ്കായി കളിക്കുന്നുണ്ട്. ഈ ഒരു മിയാമിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സുവാരസിനൊന്നും പണ്ടത്തെ മാർക്ക് എന്തും കാട്ടാൻ കഴിയുന്നില്ല. അതൊക്കെ ഏകദേശം സെറ്റായി വരേണ്ടതുണ്ട്. അങ്ങനെ നല്ലൊരു വലിയ മാർജിനിലാണ് ഈ ഒരു അൽ നസർ സൈഡ് ഈ ഒരു മിയാമിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മെസ്സിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൊണാൾഡോനെ ആ ഒരു ഫസ്റ്റ് സ്ക്വാഡിലൊന്നും ഇല്ല ഇനി റൊണാൾഡോ. അതുകൊണ്ട് തന്നെ ഈ ഒരു മെസ്സി vs റൊണാൾഡോ മത്സരം ആ ഒരു ഇതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആ ഒരു മത്സരത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കാം.